അതൊന്നും സാരമില്ല. കാർത്തി എന്റെ മുറി പോയി ജോലി ചെയ്ത അത് തന്നെ എന്തുകൊണ്ട് നല്ലത്. അതൊന്നും വേണ്ട മൈഥിലി. എന്നാ പിന്നെ എനിക്ക് ഓർക്കാൻ വരുന്നില്ല. ഞാൻ കാർത്തിക് ഒരു കൂട്ടായിട്ട് ഇവിടെ ഇരിക്കാം. കാർത്തിക്കിന്റെ ഈ ഡെഡിക്കേഷൻ സമ്മതിച്ചു തരാതെ തരവില്ല. എത്ര കൃത്യമായിട്ടാ കാർത്തി പ്രൊഫഷണൽ കാര്യങ്ങൾ ചെയ്യുന്നത്. സത്യം പറഞ്ഞ ഞാൻ കാർത്തിയെ തിരിച്ചറിയാതെ പോയി. ഇപ്പോഴാ അതിന്റെ വേദന മനസ്സിന് നീറ്റുന്നത്. അതൊക്കെ പോട്ടെ, എല്ലാം കഴിഞ്ഞു പോയില്ലേ. ഡിവോഴ്സ് കൂടി കഴിഞ്ഞാ എന്താ മൈഥിലിയുടെ നെക്സ്റ്റ് പ്ലാൻ? എന്തെങ്കിലും ചെയ്യണം. എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കണോ അതോ ബിസിനസ് ചെയ്യണോന്നാ ഞാൻ ആലോചിക്കുന്നത്. MBA അല്ലേ? അല്ല, BBA. MBAക്ക് ചേർന്നപ്പോഴല്ലേ കല്യാണ ആലോചനകൾ തുടങ്ങുന്നത്. എന്തായാലും ബിസിനസ് ആയിരിക്കും മൈഥിലിക്ക് ചേരുക. അതിന് ഫണ്ട് വേണ്ടേ കാർത്തി? അച്ഛൻ പണക്കാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാശിന്റെ കാര്യത്തിലൊന്നും മൈഥിലി വിഷമിക്കണ്ട. ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ കാശൊക്കെ ഞാൻ തരാം. എന്താണ് ഇവിടെ പാതിരാത്രിക്ക്? എഴുന്നേക്കണേ അവിടുന്ന്. കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുന്നോ? ഇവൻ ഫയൽ നോക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? ഞാൻ വെള്ളം കുടിക്കാൻ പോയി. വെള്ളം അടിക്കാൻ പോയപ്പോ? അല്ല, വെള്ളം കുടിക്കാൻ പോയപ്പോ കാർത്തി ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്ന കണ്ടു. എന്നാ പിന്നെ പെട്ടക്ക് ഇരുന്നേക്കാന്നങ്ങ് കരുതി അല്ലേ? നിന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, ആ പരിപ്പും പയറും ഒന്നും ഇവിടുത്തെ കാലത്തിൽ വേവത്തില്ല. അമ്മേ, നീ മിണ്ടരുത്. എനിക്ക് ചോദിക്കാനുള്ളത് ഇവളോടാ. അവൾ ഒട്ടി ഒട്ടി നിന്ന് പറ്റിക്കാൻ നോക്കുന്നു. ഡീ, മറ്റൊരു പെണ്ണിന്റെ ഭർത്താവിനോട് പാതിരാത്രി വന്ന് സംസാരിക്കാൻ നിനക്ക് നാണമില്ലേ? ഓ, തുടങ്ങി റെഡിമെയ്ഡ് മുതലക്കണ്ണീര്. ബിസിനസ് തുടങ്ങാൻ കാശ് എന്റെ മകൻ കൊടുക്കാമെന്ന് എന്ന് വെച്ച ചെമ്പകമംഗലത്തുകാരുടെ സ്വത്തെന്നത് സർവാണി സദ്യയല്ലേ? ഞാൻ എന്ത് ആത്മാർത്ഥത കാണിച്ചാലും അതിവിടെ എല്ലാരും തെറ്റിദ്ധരിക്കുവാണല്ലോ ദൈവമേ. എന്തോ? എങ്ങനെ ആത്മാർത്ഥത നിനക്ക്? ആ, എന്റെ കൃഷ്ണ, നീ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ എന്റെ ഭഗവാനെ? നീ എന്റെ മകനെ പറ്റിക്കാനൊന്നും നോക്കണ്ട. 10 പൈസ അവന്റെ കയ്യിൽ നിന്ന് നീ കിട്ടുമെന്ന് വിചാരിക്കണ്ട. പാതിരാത്രിക്ക് അവളുടെ ഒരു ചംചാരം. കാർത്തി എനിക്കിനി എന്തൊരു ബെസ്റ്റ് ഫ്രണ്ടാ. എന്റെ അമ്മോ, ബെസ്റ്റ് ഫ്രണ്ട്. എന്തൊക്കെ കേക്കണം ദൈവമേ ഈ ജന്മത്തില്. ആ, ഭർത്താവിനെ ഇങ്ങനെ തന്നിഷ്ടത്തിന് മേയാൻ വിട്ടിട്ട് നീ എവിടെ നടക്കുവാടി? ECPക്ക് ഒത്തിരി ഫയൽ നോക്കാനുണ്ടമ്മേ. മുറിയിലിരുന്ന് നോക്കിയാൽ കുഞ്ഞുറങ്ങത്തില്ല എന്ന് കരുതി ഞാനാ ECPയോട് ഇങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞേ. മീനാക്ഷി എന്നെ രക്ഷിച്ചല്ലോ. അതെ, ഫയൽ നോട്ടൊക്കെ അവനവന്റെ മുറിയിലിരുന്ന് മതി. മനസ്സിലായോ? എന്താടി നോക്കി നിൽക്കുന്നേ? കയറി പോടി.
ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോകുന്ന കാലമാ. നിന്റെ വളർത്തമ്മയോട് ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഇപ്പൊ നിന്നോട് ഞാൻ പറയുന്നു. ആ മൈഥിലി ഇതിനകത്ത് കയറിയിരിക്കുന്നത് പഞ്ചവത്സര പദ്ധതികളോടെയാ. അവളൊരു പിശാജ്. ദേ എന്റെ മോളിനി കാർത്തിയെ നിന്റെ മുറിയിന്ന് പുറത്തേക്കൊന്നും വിടണ്ട. ഭർത്താവിനെ നോക്കേണ്ടത് നിന്റെ കടമേ. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. നിന്നെ ഞാൻ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അങ്ങ് വിട്ടേക്ക്. അന്ന് ഞാൻ ദുഷ്ടയായ ഒരു അമ്മായിയമ്മയായിരുന്നു. ഇന്ന് നീ എനിക്ക് എൻ്റെ മോള്, എൻ്റെ ഏട്ടൻ്റെ മോള്, എനിക്കും എൻ്റെ മോള് തന്നെ. ഞാനും വഴക്ക് പറഞ്ഞിട്ടുണ്ട് അമ്മായി. എനിക്ക് മാപ്പ് തരണം. നിനക്ക് ഞാനീ ചെമ്പകമംഗലത്തിന് മാപ്പ് തരാം. ഛേ, ഒറ്റ ഓട്ടോറിക്ഷ കാണുന്നില്ലല്ലോ. വീട്ടിൽ നിന്ന് കാർ എടുത്തോണ്ട് പോരേണ്ടതായിരുന്നു. എന്തായാലും അമ്മയൊന്ന് വിളിച്ചേക്കാം. ചെമ്പകമംഗലത്ത് വിളിക്കാൻ പറ്റത്തില്ലല്ലോ. ആ എന്റെ മോളാ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ ഇവക്ക് എപ്പോഴാണാവോ സ്വാതന്ത്ര്യം കിട്ടിയത്. ആ മോളെ. അമ്മേ, ആ ഇന്ന് കാക്ക മലന്ന് പറക്കുമല്ലോ. നീ വിളിച്ചല്ലോ. ആ അത് പോട്ടെ, നീ എവിടെന്നാ വിളിക്കുന്നേ? ഞാൻ സ്കൂളിൽ പോയി കുഞ്ഞുങ്ങളെ കണ്ടിട്ട് മടങ്ങുന്ന വഴിയാണമ്മേ. ആ ഇങ്ങനെ പറ, അല്ലാതെ നീ വിളിക്കാൻ വഴിയില്ലല്ലോ. അച്ഛനെന്തിയമ്മേ? അങ്ങരുതേ പൊട്ടം കമ്പിളിനാരങ്ങ കണ്ടതുപോലെ ആകാശത്തോട്ട് നോക്കിയിരിപ്പുണ്ട്. ജനിച്ചു തന്നെ മണ്ടത്തരമായി പോയതാ അങ്ങേരുടെ ഭാവം. അവനെന്തേ വൈശാഖ്? അവനെ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലുണ്ട്. എല്ലാം കൊണ്ടും ഈ വീട്ടിൽ സുഖ. എടി മോളെ, എന്റെ ടെമ്പററി മരുമോള് അവിടെ കിടന്ന് മെഴുകുവാണെന്ന് കേട്ടു. ആ മൈഥിലി. അവള് മാതൃവാഹനത്തിൽ ലയിക്കുകയാണോ ആ കാർത്തികിൽ? ആ ഇനി ആ അടവൊന്നും ചെമ്പകമംഗലത്ത് ചെലവാവില്ല. എല്ലാവരും എതിരാ. ആ പിന്നെ കാർത്തി അവളും കൂടി പരസ്പര സമ്മതത്തോടെ വിവാഹമോചനം നടത്താൻ പോവാ. നല്ല കാര്യം. രണ്ടും തല തെറിച്ചു പോട്ടെ. ആ വീട് ചെമ്പകമംഗലം ഒന്ന് മാറ്റി പ്രണയ കലാനിലയൊന്നാക്കാൻ പോവാന്ന് കേട്ടു. പ്രണയ കലാനിലയോ? ആ നന്ദിനിയും ജയറാമും കൂടി റേഷൻ കാർഡ് പുതുക്കുന്നത് പോലെ പഴയ പ്രണയം പുതുക്കുന്നു. അതിനിടയ്ക്ക് കയറി ആ ഗിരി ഒരു പുതിയ പ്രണയം തുടങ്ങുന്നു. ആ അങ്ങനെ പലതും ഇവിടെ നടക്കുന്നുണ്ട്. ആ ഇതൊക്കെയാണെങ്കിലും നിനക്ക് അവിടെ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല.
നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഭൃഗോദരനുണ്ടല്ലോ, എപ്പോഴും ആ തന്തയുടെ തളയുടെ ഭാഗത്താ. അതിപ്പോ ജഗദീഷ് ചേട്ടൻ അങ്ങനെ ആയിപ്പോയി, ഞാനെന്ത് ചെയ്യാനാ? ഓ പിന്നെ ഒരു ജഗദീഷ് ചേട്ടൻ എന്നുവെച്ചാ ജഗദീശനല്ല അവൻ, ആ ലെവലാതി. എടി പെണ്ണുങ്ങളായാലേ കുറച്ച് മിടുക്കും ഒക്കെ വേണം. ഭർത്താവിനെ കറക്കി കയ്യിലെടുത്ത് സാരി തുമ്പ കെട്ടിയിടണം. അനുസരണയുള്ളൊരു നായനെ പോലെ അവരവിടെ കിടന്നങ്ങ് കറങ്ങണം. എന്നിട്ട് അവനെ കൊണ്ട് തന്നെ അവന്റെ അച്ഛനമ്മയെ തല്ലിക്കണം. കോളം കലക്കി മീൻ പിടിക്കും പോലെ കുടുംബാംഗ കലക്കണം. അമ്മ ഫോൺ വെച്ചേ. നിങ്ങളോട് ഇത്തിരി നേരം കൂടി സംസാരിച്ചാലേ ഞാൻ ഫുൾ നെഗറ്റീവായി പോവും. ആ എന്തിലാവട്ടെ. ഇങ്ങോട്ട് പോടി. കേറടി വണ്ടി. കേറടി. കേറണം. കേറണം. എന്ത് മര്യാദ കേടാണോ ഈ കാണിക്കുന്നേ? ഞാൻ ആരാണ് നിങ്ങൾക്കറിയോ? ഞാൻ ACP കാർത്തിക്കിന്റെ അമ്മായിയാ. ആരാടാ നീയൊക്കെ? ഗുണ്ടകളാണോ? ഞാൻ രാജശേഖര വർമ്മ. ഞാൻ ദീപക് നമ്പ്യാർ. ഞാൻ രമേശൻ നമ്പീശൻ. ഇതെന്താ ഉന്നതകുല ഗുണ്ടകളോ? മാഡം പറഞ്ഞിട്ടാ. ഏത് മാഡാന്നറിയോ? ഇന്ദ്രജ മാഡം. ദേ, മാഡത്തിന് പെട്ടെന്നൊരു യാത്ര. ഇക്കാര്യം എന്നെ ഏൽപ്പിച്ചു. ഇവന്മാരോട് വിളിച്ചോണ്ട് വരണമെന്നേ മാഡം പറഞ്ഞുള്ളൂ. കൊന്നുകൊണ്ടുവരാൻ പറഞ്ഞ തിന്നേച്ചും കൊണ്ടുവരുന്നവരാ ഇവന്മാര്. ദേ, ഇത് മാഡത്തിന്റെ ബന്ധുവാ. വർമ്മയും നമ്പ്യാരും നമ്പീശനും പിഷാരടിയൊക്കെ സ്ഥലം വിടാം. പിന്നെ ആ കെട്ടോട് അഴിച്ചുവിട്ടേക്ക്. ഇതാ മാലതി മാഡം ജ്യൂസ് കുടിക്കും. ആ പിരിമുറുക്കൊന്ന് മാറട്ടെ. എന്താ സാർ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഞങ്ങൾ തമ്മിൽ ശത്രുതയൊന്നും ഇല്ലല്ലോ. പിന്നെന്താ, ഒരു ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇങ്ങോട്ട് വരുമായിരുന്നല്ലോ. എന്ത് ചെയ്യാം മാഡം, ഇന്ദ്രജ മാഡത്തിന്റെ സ്റ്റൈൽ ഇങ്ങനെ ആയിപ്പോയി. ഇന്ദ്രജ മാഡത്തെ എല്ലാരും വിളിക്കുന്നത് സ്റ്റൈൽ ഇന്ദ്രജ എന്നാ. സ്നേഹത്തോടെയാണെങ്കിലും കടുവ പിടിക്കുന്നത് പിടിക്കല. പുള്ളിക്കാരി അങ്ങനെ ആയിപ്പോയി. ജ്യൂസ് കുടിക്കുക, ടെൻഷൻ പോട്ടെ. എനിക്കൊന്നും വേണ്ട. ഇത് മയക്കുമരുന്നോ പോയിസണോ കലക്കിയിട്ടുണ്ടായിരിക്കും എന്നായിരിക്കും കരുതിയിരിക്കുന്നത്. ഇല്ലെന്നേ, ആ ഡൗട്ട് ഞാനിപ്പോൾ മാറ്റിത്തരാം. ഇപ്പൊ സംശയം അറിയോ? ഓറഞ്ച് ജ്യൂസാ, കുടിക്കേ. മാലതിയെ കൊണ്ട് മാഡത്തിന് ചില ആവശ്യങ്ങളുണ്ട്. അതിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചതാ. ആ വിളിപ്പിച്ച രീതി തെറ്റായിപ്പോയി, ക്ഷമിക്കണം. കുടിക്കണം. ദേ, ഇത് കുറച്ച് കാശ. ഇത് മാലതിക്ക് തരാൻ എന്നെ ഏൽപ്പിച്ചു. തൽക്കാലം ഇത് അഡ്വാൻസ് ആയിട്ട് കരുതിയാൽ മതി. മാഡത്തിന്റെ ഒരാളായി മാലതി ചെമ്പകമംഗലത്ത് പ്രവർത്തിക്കണം. ഇരു ചെവി അറിയരുത്, പരമരഹസ്യമായിരിക്കണം. മാലതിയുടെ ശത്രുവാണല്ലോ ആ നന്ദിനി.
ആ അതിൽ സംശയമൊന്നും വേണ്ട. എന്നാലേ അവൾ മാഡത്തിന്റെ ശത്രുവാണ്. അവിടെയും ജയരാമനെയും എന്നേക്കുമായി അകറ്റാനുള്ള ചില വേലകൾ ഞങ്ങൾ ചെയ്യും. അതിന് ഇന്ദ്രജ മാഡത്തെ സഹായിക്കേണ്ടത് മാലതിയാ. അത് മാത്രമല്ല, മീനാക്ഷിയും മാലതി ഒഴിച്ച് ചെമ്പകമംഗലത്തെ എല്ലാവരും മാഡത്തിന്റെ ശത്രുക്കളാണ്. അവരെയെല്ലാം മാഡം പല വിധത്തിൽ കൈകാര്യം ചെയ്യും. അതിന് മാലതിയുടെ സഹായം അവർക്ക് ആവശ്യമാണെന്ന് പറയാൻ പറഞ്ഞു. അയ്യോ, ജഗദീഷേട്ട അറിഞ്ഞ എന്നെ പച്ചയ്ക്ക് കത്തിച്ചോളയും. മാലതിയുടെ ഈ പേടി കൊണ്ടാണ് ചെമ്പകമംഗലത്ത് ആർക്കും കൊട്ടാവുന്ന ഒരു ചെണ്ടയായി മാലതി മാറിയത്. മാലതി പഴയതുപോലെയല്ല. ദേ, ഇപ്പൊ നിയമമെല്ലാം സ്ത്രീകൾക്ക് അനുകൂലമാണ്. ഭർത്താവ് ഭാര്യയെ അപമാനിച്ചാലും അത് സ്ത്രീപീഡനമാണ്. ഇനി ജഗദീഷ് മാലതിയെ തല്ലാൻ കൈ ഉയർത്തിയാൽ നിങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ദേ ഞാൻ കേസ് കൊടുക്കുന്നു. അവൻ പിന്നെ അനങ്ങില്ല. നിങ്ങൾക്കുമില്ലേ മാലതി ആഗ്രഹങ്ങൾ? നിങ്ങൾക്കും വേണ്ടേ പണം? നീ ഞങ്ങളുടെ കൂടെ നിൽക്ക്. ദേ ഇങ്ങനെ സഹായിച്ചാൽ മതി, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും മാഡം നടത്തി തരും. ദേ പിടിക്കേ. ദേ മാലതി പേടിക്കണ്ട. നമ്മൾ 3 പേരും അല്ലാതെ ഈ കാര്യം മറ്റാരും അറിയില്ല. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മാലതി മാഡത്തെ അറിയിക്കണം. അത്രേ ഉള്ളൂ. ശരി, ഇന്ദ്രേച്ചിയോട് പറഞ്ഞേക്ക്, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ ആദ്യം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ന്യൂസ് വന്നേക്കാം. കേൾക്കട്ടെ. ജയറാമേട്ടന് നട്ടിലെന്തോ കാര്യമായ പ്രശ്നമുണ്ട്. ബെഡ് റെസ്റ്റാ. ഏതോ ഒരു മെയിൽ നേഴ്സിനെ വെക്കാൻ അവിടെ ആലോചന നടക്കുന്നുണ്ട്. വെരി ഗുഡ്. ദേ ഇത്തരം ന്യൂസുകൾ ഞങ്ങൾക്ക് അപ്പ കിട്ടണം. ഇതേ 1 ലക്ഷം രൂപ വിലയുള്ള സാരിയാ. ഇത് മാഡത്തിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റാ. താങ്ക് യു. അപ്പോ നമ്മൾ തമ്മിലുള്ള ഡീൽ ഉറപ്പിച്ചിരിക്കുന്നു. ചെമ്പകമംഗലത്ത് ഒരു ഈച്ചയോ പൂച്ചയോ അനങ്ങിയാൽ ആ വിവരം അപ്പം ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കും. മോളെ സാവിത്രി, ഇനി എനിക്ക് മരിച്ചാ മതി. അമ്മ എന്നെ സ്നേഹത്തോടെ മോളേന്ന് വിളിച്ചല്ലോ. അതിനെന്തിനാ സാവിത്രി കരയുന്നത്? എനിക്ക് അങ്ങനെ നന്ദിനി അടുത്തി ഒത്തിരി സങ്കടം വന്നാലും ഒത്തിരി സന്തോഷം വന്നാലും കരച്ചിൽ വരും. എന്റെ മകളെ ഓർത്ത് എനിക്കിപ്പോഴാ അഭിമാനം. എന്റെ അമ്മയ്ക്ക് അഭിമാനിക്കാനുള്ള അവസരങ്ങൾ ഒത്തിരി ഞാനായിട്ട് നഷ്ടപ്പെടുത്തി. അത് ഓർക്കുമ്പോഴും എനിക്ക് കരച്ചിൽ വരിക. ഇനി നീ കരയണ്ട. ഇന്നലെ രാത്രിയില് കാർത്തിക്കിന്റെ അടുത്ത് വന്നിരുന്ന മൈഥിലിയെ നീ ശരിക്കും പൊരിച്ചെന്ന് ഞങ്ങൾ അറിഞ്ഞു. അവളവനെ കറക്കി വീഴ്ത്താൻ നോക്കുക. ഇവള് ബിസിനസ്സിലേക്ക് തിരിയുന്നു. അതിനുള്ള പണം കാർത്തി മുടക്കാമെന്ന്. തരികിടയോടെ തരികിട. ഞാനതങ്ങോട്ട് പൊളിച്ചു. പിന്നെ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോഴല്ലേ അവളുടെ ഉടായിപ്പ്.
അവള് മുതല കുഞ്ഞിനെയല്ലേ നീന്തൽ പഠിപ്പിക്കുന്നത്. എന്തായാലും വളരെ നല്ലൊരമ്മയും അതിലും നല്ലൊരു അമ്മായി അമ്മയായി നീ മാറി. എന്റെ മോക്ക് അമ്മയുടെ അഭിനന്ദനങ്ങൾ. കൂടെ എന്റെയും കൂടെ ഒരു കൺഗ്രാറ്റ്സ്. മീനാക്ഷി കാർത്തിയെ വല്ലാതെ മാറ്റിയെടുത്തതാ. അവന്റെ ആ മുരടൻ സ്വഭാവമൊക്കെ പോയി വളരെ നല്ലവനായി മാറിയതായിരുന്നു. വാസ്തവത്തില് അവര് രണ്ടുപേരും വളരെ സ്നേഹത്തോടെ മാതൃകാ ദമ്പതികളായി ജീവിക്കാൻ തുടങ്ങിയതാ. അപ്പോഴല്ലേ ഈ അപശകുനം പിടിച്ചവള് വന്നത്. മഹാമാരണം. അല്ല മോളെ, എനിക്കൊരു സംശയം. എന്താമേ? അല്ല, നമ്മുടെ കാർത്തിക്കിന് ഇപ്പോഴും ആ വൃത്തികെട്ടവളോട് വല്ല പ്രേമോ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി. അതൊക്കെ മുത്തശ്ശിയുടെ വെറും തോന്നല. ACP മുത്തശ്ശിയുടെ കൊച്ചുമോനും ദേ ഇവരുടെ രണ്ടുപേരുടെയും മകനും. പക്ഷെ ACPയുടെ മനസ്സെന്താണെന്ന് കൃത്യമായിട്ട് എനിക്കേ അറിയൂ. ആ കണ്ടോ കണ്ടോ, കൊച്ചുമകള് നമ്മളെ എല്ലാവരെയും കടത്തി വെട്ടിയമ്മേ. ഞാൻ പറഞ്ഞ സത്യ. ACPക്ക് അവളോടുള്ളത് വെറും സഹതാപം മാത്രം.